താങ്ങനെ സങ്കടപ്പെടാതെ അതൊന്നും സംസാരിക്കാതിരുന്നത് എങ്ങനെയാണോ? ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവരുടെ വീട്ടിലും കാണും. തന്റെ വീട്ടില് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പേ പ്രശ്നങ്ങളില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ കേട്ടിട്ടില്ലേ, തല്ലുണ്ടാവുന്ന സ്ഥലത്തെ സ്നേഹമുള്ളൂ. അതേപോലെ നിങ്ങളുടെ വീട്ടിൽ അതിനു വേണ്ടി സ്നേഹം ഉള്ളതുകൊണ്ടാണ് തല്ലുണ്ടാവണമെന്ന് ആലോചിച്ചപ്പോരെ. നല്ലനെ താൻ എന്തോ വലിയ കാര്യത്തിൽ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. അപ്പൊ താൻ വായും വെച്ചോണ്ട് ഇങ്ങനെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്നാണ് താൻ പറയണത്? എടാ, മമ്മി എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതാപ്പ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പം മമ്മിയെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു വീട്ടിൽ എപ്പോൾ നോക്കിയാലും സദാസമയവും പ്രശ്നം മാത്രം ആവുമ്പോൾ ആർക്കായാലും ഫ്രസ്ട്രേഷൻ കയറും. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ? എന്തായാലും താങ്കളുടെ ഡാഡിയുടെ അടുത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആരാ ബെസ്റ്റ് ആള്? താൻ തന്നെ. നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് മെർലിനെ, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയ്ക്ക് നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് എനിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഞാൻ ഇടാൻ പോലെ നോക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണല്ലോ. എനിക്കറിയാം. ഡാഡി ആണെങ്കിലേ ഇപ്പൊ വളർത്തിയതിന്റെ കണക്കും പഠിപ്പിച്ചതിന്റെ കണക്കൊക്കെ പറയാൻ തുടങ്ങി. കുട്ടിപ്രേമാണെന്ന് വെച്ചാൽ അതല്ല. എന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുമില്ല. ഈ കണക്ക് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്വം കടമയൊക്കെ അല്ലേ അല്ലേ? ഇതൊക്കെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയി പഠിക്കാന്ന് പറഞ്ഞേ. അപ്പൊ അതിനും വിടൂല. ഇത് കഷ്ടമാണിത്. എങ്ങനെ പോയാലും താൻ കുറച്ച് നാളും കൂടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. എടാ, കുറച്ച് നാളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നിനക്ക് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടി സെറ്റിൽ ആവാൻ 2-3 കൊല്ലം എടുക്കില്ലേ? അതുവരെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. യേശു, എന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ഇപ്പം തീരെ നിവർത്തിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്റെ മമ്മിയെ വിളിക്കാം. മമ്മീനെ ഇപ്പൊ വിളിക്കൊന്നും വേണ്ട. മമ്മി ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല. എപ്പോഴും കലിപ്പ. നീ വിളിച്ച് ഇഷ്ടപ്പെടുവൊന്നുമില്ല. ഡാഡി ആണെങ്കിൽ എന്നോട് ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ചോണ്ടിരിക്കാം. അപ്പൊ മമ്മിയും തുടങ്ങിയിട്ടുണ്ട് പഠിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞു ഓരോരോ വഴക്ക്. അമ്മയും കൂടെ ഇങ്ങനെ തുടങ്ങി എങ്ങനെയാ? ഞാൻ കാരണം കുറെ അനുഭവിച്ചല്ലേ, അതായിരിക്കും മമ്മിക്ക്. ഞാൻ പോട്ടെ എന്നാല്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ എന്നോട്. എന്താ? ഞാൻ ഇത് മനസ്സോടാണ് പറയണത്. എന്നാലും താൻ ഇനി എന്നെ നോക്കണ്ട. താൻ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോ. കാരണം എന്റെ കാര്യം ഇത് എങ്ങനെയാവും ഏതാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഇതിന് ഞാൻ റിക്കവർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടോ. പക്ഷെ താൻ തന്റെ ലൈഫ് നോക്കൂ.